ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോവയിൽ തന്നെയുള്ള മപ്സ എന്ന സ്ഥലത്തുള്ള ബൊഡോകേശ്വർ അമ്പലം എന്ന് പറയുന്ന ആ അമ്പലത്തിൽ ഉത്സവത്തിനെ പറ്റിയാണ് കേട്ടോ. ഇവിടെ അത് ജാത്ര എന്നാണ് പറയുന്നത്, ഉത്സവത്തിന് ജാത്ര എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ 10 ദിവസത്തെ ഉത്സവമാണ്. ആ ഉത്സവ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഓച്ചിറ അമ്പലത്തെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കില്ല, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് അമ്പലമല്ലേ. ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കാരുടെ ഏറ്റവും സ്വന്തം ഓച്ചിറ അമ്പലം. അവിടുത്തെ 12 വിളക്ക്, 12 ദിവസത്തെ ഉത്സവം വെച്ചാൽ ഭയങ്കര വലിയ ഉത്സവമാണ്. അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ വയലിനകത്തൊരു അമ്പലം, ഞാൻ ആ അമ്പലത്തിൻ്റെ വീഡിയോ ഫസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്, പിന്നെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഈ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്പലത്തിലോട്ട് കയറാൻ പോയില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്, നല്ല ക്യൂ നിൽക്കേണ്ടി വരും, ഭയങ്കര തിരക്കും. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറിയില്ല, നമ്മൾ പുറത്ത് പോയി എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ അമ്പലത്തിനെ പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര വിശ്വാസമുള്ള, ഗോവയിലുള്ള എല്ലാ ആൾക്കാർക്കും നല്ല വിശ്വാസമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും എന്നാണ് ഇവിടെ ഗോവക്കാരുടെ ഏറ്റവും കൂടുതൽ വിശ്വാസം. അവർ വിളിക്കുന്നത് ബൊഡുഗിനി എന്നാണ് ഈ അമ്പലത്തിന്. അവർ വിളിക്കുന്ന പേര് ബൊഡുഗിനി ക്ഷേത്രം എന്നാണ് കേട്ടോ. വയലിനകത്തൊരു ക്ഷേത്രം, അങ്ങനെ നല്ല ഭംഗിയാണ് കാണാനും. എനിക്കൊന്നുമില്ല, നമ്മുടെ ഗോവ മലയാളികൾ മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ വന്ന് എല്ലാ സൺഡേ ആണ് കേട്ടോ മെയിനായിട്ട് അവിടെ എല്ലാ സൺഡേയും വരാറുണ്ട്. ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൊട്ടുള്ള കാഴ്ചകളൊന്നുമില്ല, ഫുൾ കടകളാണ് കേട്ടോ. ഷോപ്പിംഗ് മാളെന്നൊക്കെ പറയുന്നത് ഫുൾ ഷോപ്പ് ചെയ്യാനുള്ള കടകൾ അത്രയേ ഉള്ളൂ. പിന്നെ കുറേ ഗെയിംസുകളും കാണും, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അമ്പലവും നല്ല ഭംഗിയായിട്ട് ഒരുക്കും, ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ സ്റ്റേജ് കെട്ടി എന്തെങ്കിലും പ്രോഗ്രാംസുകൾ കാണും, അതൊക്കെ ഉള്ളു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ. അല്ല നമ്മളെ പകൽ കെട്ടുകാഴ്ച എന്നൊക്കെ പറയുന്നിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെന്താ പറയുക, പിന്നെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. നല്ല ഡ്രസ്സുകളായാലും ഓർണമെൻറ്റ്സും അതും ഇതുമൊക്കെ നല്ല റേറ്റ് കുറച്ച്. ഞാനിപ്പോൾ കാണിക്കുന്ന തന്നെ ഫുള്ള് 100 രൂപയുടെ നെക്ലസ്സുകളാണ്, നെക്ലസ്, നീട്ടുമാല എല്ലാം. അതുപോലെ കളിപ്പാട്ടങ്ങൾ, പാത്രങ്ങൾ, ഡ്രസ്സുകൾ. ബോംബെ സെയിൽ എന്നും പറഞ്ഞ് 100 രൂപയുടെ 50 രൂപയുടെ ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും എന്താ പറയുക, നല്ല റേറ്റ് കുറവിൽ നമുക്ക് സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ഗോവക്കാർ കൂടുതലും ക്യാഷ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല തിരക്കുമായിരിക്കും കേട്ടോ. ഞങ്ങൾ പിന്നെ ഇച്ചിരി നേരത്തെ ചെന്ന്, ഇവിടെ രാത്രിയിലാണ് കേട്ടോ, പകലൊന്നുമില്ല. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴായിരിക്കും ഇവിടെ ഓപ്പൺ ആകുന്നത്. 5 മണി കഴിഞ്ഞ് ആൾക്കാർ വരത്തുള്ളൂ. നമ്മൾ നേരത്തെ പോയി 5-5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നു. പിന്നെ രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ ഇവിടെ വെച്ചാൽ രാത്രി 9 മണിയാകുമ്പോഴായിരിക്കും ഇവിടെ തിരക്ക് കൂടുതൽ. രാത്രി ഫുൾ ആൾക്കാർ കുറക്കില്ല, നൈറ്റ് ഫുൾ അവിടെ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അവിടുത്തെ രാത്രിയെല്ലാം മിക്കവാറും പരിപാടികൾ മൊത്തം. പിന്നെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ഇടയ്ക്ക് നേരെ ഞങ്ങൾ കോൺ കഴിച്ചു. നമ്മൾ ചെന്ന് സ്റ്റാർട്ടിങ് ദിവസം തന്നെ പോയി കേട്ടോ, ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയി. അതുകൊണ്ട് ഒരുപാട് കടകളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് വരെ ചുമ്മാ ഒന്ന് പോയി കറങ്ങി വരാമല്ലോ എന്നും പറഞ്ഞ് പോയതാണ്. നമ്മൾ ടോട്ടലി ഒരു 3-4 ദിവസം പോയി കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം അടുപ്പിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വൈകുന്നേരം അങ്ങ് പോകും, അവിടെ എല്ലാം കറങ്ങി വെച്ച് വരും. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളും വാങ്ങിച്ചു കേട്ടോ, വിലക്കുറവ് കിട്ടിയാൽ. ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കേട്ടോ, ഡ്രസ്സിനാണ് ലാഭമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടോപ്സ് ആയാലും കൊച്ചുങ്ങളുടെ ഡ്രസ്സും അതുപോലെ ബാഗൊക്കെ, ഹാൻഡ് ബാഗൊക്കെ സൂപ്പറായിരുന്നു. അതിൽ ലെഹങ്കാസ്, പിന്നെ ഹാൻഡ് ബാഗ് എടുത്ത് പറയേണ്ടത് 100 രൂപയ്ക്ക് ഹാൻഡ് ബാഗ് അടിപൊളി. നമ്മൾ 300-350 മേടിക്കുന്ന ഹാൻഡ് ബാഗൊക്കെ 100 രൂപയ്ക്കായിരുന്നു അവിടെ വിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഐറ്റങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റത്തില്ല, ഒരുപാട്. ഞാൻ എന്താ പറയുന്നത്, എല്ലാം കൂടെ നമുക്ക് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തപ്പോൾ കുറേയൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് കുറച്ച് സമയത്ത് ആക്കി വെച്ചതാണ്. പിന്നെ സ്പെഷ്യലായിട്ട് കിട്ടിയത് സ്ട്രോബെറി ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ സൂപ്പറായിരുന്നു. സ്ട്രോബെറിക്ക് അത് ചോക്ലേറ്റും നട്ട്സും ഒക്കെ ഇട്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. കുറേ നമ്മൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഗെയിം സെഷനിലോട്ട് പോയത്. ഗെയിം ചെന്ന് എല്ലായിടവും പോയി നിന്ന് കണ്ട് നമ്മളൊന്നിലും കയറാൻ നിന്നില്ല. എനിക്കെന്നാൽ ഭയങ്കര പേടിയാട്ടോ, ഞാനിങ്ങനെ കറങ്ങുന്ന സാധനങ്ങളിലൊന്നും കയറാറില്ല. നമ്മളിങ്ങനെ ഫുൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ടു ആസ്വദിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ. പിന്നെ കുറേ വീഡിയോയും പിടിച്ച് അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ഈ ഗെയിമിലൊന്നും കയറിയുള്ള പരിപാടിക്കൊന്നുമില്ല. അങ്ങനെ 10 ദിവസത്തെ അടിപൊളി ഉത്സവമാണ് ഞങ്ങൾക്ക് ഗോവക്കാർക്കുള്ളത് കേട്ടോ, ഞങ്ങളുടെ സ്വന്തം ബൊഡോകേശ്വർ അമ്പലത്തിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഇങ്ങനെയുള്ള അടിപൊളി ഗോവയിലെ പല വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ.